അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നല്ല ഇടിയും മഴയും കാറ്റുമൊക്കെ ആയിരുന്നല്ലോ അല്ലേ ഇന്ന്. അപ്പോൾ കറണ്ടില്ല, ഒന്നുമില്ല, റേഞ്ചില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാ നല്ല മഴയൊക്കെ കിട്ടി, നല്ല കാറ്റും ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വളരെയധികം വിഷമകരമായൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം അതിശക്തമായ ഇടിയും മിന്നലായിരുന്നല്ലോ. അതുപോലെ തന്നെ 2 പേര് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുടെ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ ഇന്നിപ്പോൾ വൈകുന്നേരമാണ് നല്ല ശക്തമായ കാറ്റും മഴയും ഒക്കെ വന്നത്. എല്ലായിടത്തും കണ്ട കറണ്ടൊക്കെ പോയിട്ട് ഇൻവേർട്ടർ ഉള്ളിടത്തൊക്കെ ഇൻവേർട്ടറൊക്കെ ഉണ്ട്, ബാക്കിയുള്ളിടത്തൊക്കെ നല്ല ഇരുട്ടും ഒക്കെയാണ്. മൊബൈലിൽ ചാർജ് ഇല്ലാത്ത അവസ്ഥ ഉള്ളവരുണ്ടാവും. കാരണം ഇൻവേർട്ടർ ഇല്ലാത്ത ഒരുപാട് വീടുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. കറണ്ടില്ല, റേഞ്ചില്ല, വൈഫൈ ഇല്ല. ഒരു നിമിഷം മതിയില്ലേ പഠിച്ചവനെ കൊണ്ട് എല്ലാം ഇല്ലാതാക്കാനേ. നമ്മൾ വിചാരിച്ചു നമുക്ക് നല്ല സുഖമാണ്, എല്ലാം ഉണ്ടല്ലോ, എല്ലാ സൗകര്യമുണ്ട്, അതുണ്ട് ഇതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു നിമിഷം കൊണ്ട് പഠിച്ചവൻ്റെ അടുത്ത് നിന്നുള്ള ശിക്ഷയൊക്കെ നമുക്ക് വരികയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി പോകുമല്ലേ. ഏതായാലും പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് കിട്ടിയ ഒരു സങ്കടകരമായ വാർത്ത എന്ന് വെച്ചാൽ, 2 കുട്ടികൾ തോട്ടിൽ മുങ്ങി മരിച്ചു. 4 വയസ്സുള്ള ഒരു പൊന്നു മോനും അതുപോലെ 6 വയസ്സുള്ളൊരു മോനും തോട്ടിൽ ഇന്ന് മുങ്ങി മരിച്ചതായിട്ട് കണ്ടു. ജ്യേഷ്ഠത്തിയുടെയും അനിയത്തിയുടെയും മോനാണെന്ന് തോന്നുന്നു. അവർക്കൊരു പക്ഷേ കളിക്കാനൊക്കെ ഇറങ്ങിയതായിരിക്കും. അതിപ്പോൾ ഒക്കെ അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും. ഇപ്പം ഇന്നത്തെ മരണത്തിൽ വളരെയധികം സങ്കടകരമായ വാർത്തകളാണ് നമുക്കിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും ആ പിഞ്ചു മക്കളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് മരണപ്പെട്ടു പോയ അവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ ഇന്നിപ്പോൾ കഥ പറയണേ കേൾക്കണേ അതൊക്കെ ചെയ്യണേ, പക്ഷേ നാളെ നമ്മൾ എന്താ ഉണ്ടാവുമോ എന്താ ഒന്നും അറിയില്ലല്ലോ. ഏത് നിമിഷവും പഠിച്ചോ നമ്മളെ കൊണ്ടുപോകും. നമ്മളെ മരണം എങ്ങനെ വിധിച്ചിരിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെ തന്നെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. നല്ല മഴയായിരുന്നല്ലേ, ശക്തമായ മഴ, നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ മഞ്ചേരി ഭാഗത്തൊക്കെ നല്ല ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. നിങ്ങളാ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നോ? നിങ്ങളെല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.